ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. എൻ കർത്താവിനെ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു, താഴെ വീഴാതെ എന്നെ താങ്ങിടും, നാഥൻ കൂടെ ഉള്ളതെന്നാശ്വാസം. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ, കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു, താഴെ വീഴാതെ എന്നെ താങ്ങിടും, നാഥൻ കൂടെ ഉള്ളതെന്നാശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിൻ ദാനമേ, എന്നെ നിർത്തിയ നിൻ കരുണ
ഉയർച്ചയും നിന്ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയെ കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടയാകും. ആർക്കാണ് ഉല്ലാസം ഉണ്ടാകുന്നത്? പാപങ്ങളെല്ലാം കഴുകപ്പെട്ട് കിട്ടിയവർക്ക്. പാപങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല, പാപങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എല്ലാം കഴുകപ്പെട്ട് കിട്ടി. അതാണ് അത്. നമ്മൾ ഒരു വിലയും കൊടുക്കാതെയാണ് സാധിച്ച് കിട്ടുന്നത്. അതിനുവേണ്ടി ഒരു ചിലവും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് എല്ലാറ്റിൽ നിന്നും പറഞ്ഞു മാറുന്നൊരു അനുഭവം ലഭിക്കണം. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലേക്കുള്ള പറ്റുമാനങ്ങൾ പറഞ്ഞു പോകണം, വേരുകൾ പറഞ്ഞു പോകണം. ലോകത്തിലേക്കുള്ള പറ്റുമാനങ്ങൾ, വീണ്ടും പറയുന്നു, ഈ ലോകത്ത് നാം ജീവിക്കുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കണ്ടേ? വേണം, അന്വേഷിച്ചേ പറ്റൂ, എല്ലാം നോക്കണം. പക്ഷേ നിങ്ങൾ വിശ്വസിക്കൂ, ഇതിൽ നിന്നെല്ലാം ഉള്ളം പറഞ്ഞു മാറുന്നൊരു അനുഭവമുണ്ട്. അതൊരു ശ്രേഷ്ഠമായൊരു അനുഭവമാണ്. നിങ്ങൾ ആഗ്രഹിക്കുമോ അത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും, ഒന്ന്, ഗംഭീരമായ നാദം, കർത്താവിന് ഗംഭീര ശബ്ദം കേൾക്കും. 2, പ്രധാന ദൂതൻ്റെ ശബ്ദം, മീഖായേൽ മാലാഖ, പ്രധാനദൂതനായ മീഖായേലിൻ്റെ ശബ്ദം കേൾക്കും. 3, ദൈവത്തിൻ്റെ കാഹള ശബ്ദം കേൾക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ, സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ക്രിസ്തു അകത്തുള്ളവരായിട്ട് വാങ്ങിപ്പോയവർ, ക്രിസ്തു അകത്ത് കിട്ടണം. പ്രിയപ്പെട്ടവരെ, ലളിതമായ കാര്യമല്ല ഞാനീ പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇന്ന് ക്രിസ്തു കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, എന്തൊരു ഭാഗ്യമായിപ്പോയി. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഈ യേശു ക്രിസ്തു ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് എന്തൊരു അത്ഭുതമായിപ്പോയി. ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഞാനൊന്നും ചെലവ് ചെയ്തില്ല, ഞാൻ യാചിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ഉപവസിച്ചില്ല, ജാഗരിച്ചില്ല, ഒന്നും ചെയ്തില്ല. എനിക്കറിയില്ലായിരുന്നു. ഞാൻ വചനം കേൾക്കാൻ പോയി, ശരിയാണ്, പ്രസംഗം കേട്ടു, ശരിയാണ്. പക്ഷേ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഒരു മരവിച്ച മനുഷ്യനായിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. മരവിച്ച സ്വഭാവം, മരവിച്ച രീതിയിൽ. കാരണം എനിക്ക് നിരാശ മാത്രമായിരുന്നു ജീവിതം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം കൊണ്ട് മുറ്റിയതായിരുന്നു എൻ്റെ ഹൃദയം. ഞാൻ വലഞ്ഞു പോയ മനുഷ്യനാണ്. ഞാൻ നിരാശ കൊണ്ടൊരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടു പോയി. 30-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ വിധവയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ തീർത്തും അവശനായിരുന്നു. അതും ഞാൻ പറയാം, അത് നിങ്ങൾക്ക് ഭംഗിവാക്കായിട്ട് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. സത്യത്തിൽ ഞാൻ പറയാം, ഞാൻ കഴിവില്ലാത്തൊരു മനുഷ്യനായിരുന്നു. എനിക്ക് പ്രാപ്തി ഉണ്ടായിരുന്നില്ല, യാതൊരു കാര്യത്തിനും പ്രാപ്തി ഉണ്ടായിരുന്നില്ല, തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല, ധൈര്യം ഉണ്ടായിരുന്നില്ല.
ആരുടെയെങ്കിലും ചാരി നിൽക്കാനേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. എൻ്റെ അമ്മയെ ചാരിയാണ് നിന്നത് എന്ന് പറഞ്ഞാൽ അമ്മയിലാണ് എൻ്റെ ആശ്രയം ഉണ്ടായിരുന്നത്. എന്നെ അമ്മയെപ്പോലെ എന്നെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പെങ്ങള് അമ്മയെപ്പോലെ എന്നെ കരുതി, അമ്മയെപ്പോലെ എന്നെ വാത്സല്യത്തോടെ എന്നെ ലാളിച്ച് വളർത്തി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ നിരാശനായിരുന്നു. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഹൃദയം നിരാശ കൊണ്ട് വലഞ്ഞു പോയിരുന്നു. എങ്ങനെയൊക്കെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീ അത്ഭുതത്തോടെ ഓർക്കുന്നു, ഞാൻ ആവശ്യപ്പെടാതെ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് കയറി. ഞാൻ പറഞ്ഞില്ല, കർത്താവേ വരണമേ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥനയും നമസ്കാരവുമുള്ള മനുഷ്യനാണല്ലോ, പള്ളിയും അതുപോലെയുള്ള ആത്മീയ കാര്യങ്ങളിലെല്ലാം ഉത്സാഹമുള്ള മനുഷ്യനാണല്ലോ. എനിക്കങ്ങനെ ഒരു മാനസാന്തര ആവശ്യമുണ്ടെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു നീതിമാനെ പോലെയൊക്കെയാണ് എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരുന്നത്. വേറെ പാവമൊന്നുമില്ല. ഭാഗ്യവശാൽ അരുതാത്ത വഴികളിലൊന്നും പോകാനിടയായിട്ടില്ല. ഭാഗ്യം, എല്ലാം കൃപയാണ്. ഇപ്പോഴൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു അത്ഭുതം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, കരുണയുള്ള കർത്താവിൻ്റെ തിരുവചനം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴോ എൻ്റെ ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്നു. ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്നുകൊണ്ട് യേശു അകത്ത് വന്ന് കയറി. ഞാനൊന്നും ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ഇന്നയോളം സമാധാനം അനുഭവിച്ചുകൊണ്ട് ഞാൻ കഴിയുന്നു. സമാധാനം, അതാണ് കർത്താവ് എനിക്ക് തന്ന ദാനം. സമാധാനം, സന്തോഷം, ഉല്ലാസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് അപേക്ഷിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിനെ കിട്ടാതെ നിങ്ങൾ പോകരുത്. നിങ്ങൾ പറയണം, കർത്താവേ നാഥാ, നീ എൻ്റെ പിറകെ എത്രയോ നാൾ നടന്നു, ഞാൻ വിട്ടു തന്നില്ല കർത്താവേ. എത്രയോ നാൾ എൻ്റെ ഹൃദയവാതിക്കൽ നീ മുട്ടിക്കൊണ്ടു നിന്നു, ഞാൻ തുറന്നില്ല കർത്താവേ. എന്നാൽ ഇന്ന് എനിക്ക് സന്തോഷവും ഉല്ലാസവും തരുന്ന എൻ്റെ യേശുവിൻ്റെ ആ കൃപ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. യേശുവിൻ്റെ തിരക്തത്താൽ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകിത്തരണം കർത്താവേ. ഒന്നു മാത്രം എനിക്ക് പറയാൻ പറ്റും, അത് ഞാൻ എളിമയോടെ പറയുകയാണ്. ആ പറയുന്നത് പോലെ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിവില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, കർത്താവേ, മനസ്സറിഞ്ഞൊരു പാവം വരികയില്ല ഇനിമേലിൽ. അക്കാര്യം ഉറപ്പാണ് കർത്താവേ. മനസ്സറിഞ്ഞൊരു തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല. ഏതെങ്കിലും തെറ്റ് എന്ന് എനിക്ക് സംശയമുള്ള കാര്യം പോലും ഞാൻ ചെയ്യുകയില്ല. കർത്താവിന് സ്തോത്രം. കർത്താവേ, ഇനിമേൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. അത്രയെങ്കിലും നിങ്ങൾക്ക് പറയാമോ പ്രിയപ്പെട്ടവരെ? നീതിമാന്മാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ എണ്ണപ്പെടാൻ ആഗ്രഹമുണ്ടോ? നയവാന്മാരുടെ കൂട്ടത്തിലേക്ക് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വിശുദ്ധന്മാരുടെ നിരയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വിശുദ്ധന്മാർ, ദൈവത്തിന് സ്തോത്രം. അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. വിശുദ്ധന്മാരോ, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെയെന്ന് 16-ാം സംഘത്തിന് ആദ്യ ഭാഗത്ത് കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, വിശുദ്ധന്മാർ അവരുടെ നിരയിലേക്ക് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാം മായയാണ് പ്രിയപ്പെട്ടവർ, എല്ലാം മായ. തൽക്കാലത്തേക്ക് കാണുന്നത് മാത്രം, പിന്നെ മറഞ്ഞു പോകുന്നതായ ആവി. ദൈവത്തിന് സ്തോത്രം. ക്ഷണ നേരത്തേക്ക് ഇതെല്ലാം നിൽക്കും, എല്ലാം പിന്നെ തീർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ തുറന്നു പറയട്ടെ, കർത്താവിൻ്റെ കരുണയാൽ, കൃപയാൽ എൻ്റെ ഹൃദയത്തിലേക്ക് യേശു എഴുന്നള്ളി വന്നു. എൻ്റെ ജീവിതത്തിലേക്ക് യേശു എഴുന്നള്ളി വന്നു. നിങ്ങൾ ഇന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് നീ കടന്നു വരണമേ. സക്കായിയുടെ കൂടെ നടന്ന എൻ്റെ യേശുവേ, ഇന്ന് നീ എൻ്റെ കൂടെ നടന്ന് കർത്താവേ എൻ്റെ ഭവനത്തിലേക്ക് പോരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഉല്ലാസമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ മാരകമായ രോഗമുള്ളവരാരെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ, അതും നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്ന് എൻ്റെ വീട്ടിലേക്ക് നീ വരണമേ. എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുടെ മാരകമായ രോഗങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളിത് യാഥാർത്ഥ്യമായി അംഗീകരിക്കണം, യാഥാർത്ഥ്യമായി നിങ്ങൾ അനുഭവിക്കണം. സ്തോത്രം. അവൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പനോട് വരും. ഒരു പ്രത്യക്ഷത വരാൻ പോകുന്നു. കർത്താവ് വീണ്ടും വരാൻ പോകുന്നു. കർത്താവിന് സ്തോത്രം. ആ മധ്യാകാശം വരെയും കർത്താവ് വരും, വിശുദ്ധന്മാരോട് ചെന്ന് ചേരും. ദൈവത്തിന് സ്തോത്രം. അന്ന് വിശുദ്ധന്മാർ ഒരുമിച്ച് കാണും, ഒരുമിച്ച് കൂടും. കർത്താവിന് സ്തോത്രം. ഒരുമിച്ച് കൂടിച്ചേരുന്നൊരു ദിവസം. നമുക്ക് പരിചയമില്ലാത്ത വിശുദ്ധന്മാർ അവരെല്ലാം വരും. കർത്താവിന് സ്തോത്രം. അന്ന് പൗലോസിഹ അവിടെ ഉണ്ടാകും, പത്രോസിഹ ഉണ്ടാകും, വിശുദ്ധ കന്യമാതാവ് ഉണ്ടാകും, വിശുദ്ധന്മാരവിടെ ഉണ്ടാകും, ശുദ്ധിമതികളുടെ ഉണ്ടാകും. നമുക്ക് ആർക്കും പരിചയമില്ലാത്ത എത്രയോ വിശുദ്ധന്മാരുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നാം ആരും കണ്ടിട്ടില്ലാത്ത എത്രയോ വിശുദ്ധന്മാരുണ്ടാകും. ഓരോ തലമുറയിലുണ്ടായിരുന്ന വിശുദ്ധന്മാർ അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അപ്പോൾ ഈ നിസ്സാരനായ ഞാനും ആ കൂട്ടത്തിൽ ചെന്ന് ചേരും. ഈ ഉറപ്പ് നിങ്ങൾക്ക് വേണം. ആ കൂട്ടത്തിലേക്ക് ഞാനും ഒരു കണ്ണിയായി ഞാനിവിടെ ചെന്ന് ചേരും. ദൈവത്തിന് സ്തോത്രം.
എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ഒരു വ്യക്തമായ വിശ്വാസം കിട്ടിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ശൂന്യമായിപ്പോയി. ക്രിസ്തു വീണ്ടും വരുമ്പോൾ ഞാൻ എടുക്കപ്പെടുമെന്നുള്ളതായി വിശ്വാസം, ഞാൻ അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമെന്നുള്ളതായി വിശ്വാസം. എൻ്റെ കർത്താവേ, എനിക്ക് നന്മയൊന്നും ഉണ്ടായിട്ടല്ല, മറ്റനേകം പേര് എത്രയോ നന്മയുള്ളവരുണ്ട്. എൻ്റെ ജീവിതത്തിലെ തിന്മകളെല്ലാം നിൻ്റെ രക്തത്താൽ നീ കഴിയല്ലോ, അതാണ് എൻ്റെ ആശ്വാസം. നിൻ്റെ രക്തത്തെല്ലാം കഴിയല്ലോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കഴികൾ കിട്ടിയോ? നിങ്ങൾക്ക് വാസ്തവമായൊരു കഴികൾ കിട്ടിയോ? ഹൃദയം സ്വച്ഛ നിർമ്മലമായോ? ഹൃദയം ശുദ്ധമായോ? നിങ്ങൾ ചിന്തിക്കൂ, ഇപ്പോൾ നീ ചിന്തിക്കൂ, നിങ്ങൾ ഓർക്കൂ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. ദൈവത്തിന് സ്തോത്രം. ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും മുൻവിധിയില്ലാതെ, ആരെക്കുറിച്ചൊരു ഒരു പ്രയാസവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ, ആരോടും സ്നേഹം മാത്രം, ആരോടും സഹിഷ്ണുത മാത്രം, എല്ലാവരെയും ആദരിക്കുന്നു, എല്ലാവരെയും ബഹുമാനിക്കുന്നു, നമ്മൾ എതിർക്കുന്നവരെയും ബഹുമാനിക്കുന്നു, നമ്മൾ എതിർക്കുന്നവരെയും നമ്മളെ ഓരോ തരത്തിൽ വിഷമിപ്പിക്കുന്നവരെയും സ്നേഹിക്കുന്നു. ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും, വേണമെങ്കിൽ ലഭിക്കും. ഇന്ന് കർത്താവ് തരുമെന്നാണ് ഈ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദിവസം എണ്ണപ്പെട്ട ദിവസമാണ്. അനേകരുടെ ഹൃദയത്തിലേക്ക് നിത്യരാജാതിരാജൻ എഴുന്നള്ളുന്ന ദിവസമാണ്. രാജാവ് എഴുന്നള്ളുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. രാജാവ് എഴുന്നള്ളുന്നു. രാജവീതിയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുവാൻ രാജാവിത എഴുന്നള്ളി വരുന്നു. ദൈവത്തിന് സ്തോത്രം. രാജകീയ രഥത്തിൽ നിങ്ങളെ കൊണ്ടുപോകുവാൻ രാജാവിത എഴുന്നള്ളി വരുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാതിരാജ് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവോട് പറയാം, കർത്താവേ, അവിടുത്തെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനിരിപ്പാൻ എനിക്ക് ഇടവരുമാറ്. എൻ്റെ കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. കണ്ണു വയ്ക്കുന്നവരുടെ എല്ലാം നടന്നു കഴിഞ്ഞിരിക്കും. പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡിക വായിക്കാം. അവസാന ഖണ്ഡിക 1 കൊരിന്ത്യർ 15 അവസാനം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ശരീരത്തോടുകൂടി ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. ഈ ശരീരത്തോടുകൂടി ദൈവരാജ്യത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ദ്രവിക്കുന്നതാണ് ദ്രവത്വം അദ്രവത്വത്തെ ദ്രവിക്കാത്തതിനെ അവകാശമാക്കുകയുമില്ല. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവിക്കാത്ത അനുഭവത്തെ അവകാശമാക്കുകയില്ല. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എല്ലാവരും മരിക്കുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ അന്ത്യമായൊരു കാഹളനാദം കേൾക്കും. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. സ്തോത്രം. സഹോദരങ്ങളെ, ഇത് സംഭവിക്കാൻ പോകുന്നു. ഈ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്, ഏറ്റവും മഹത്തായ കാര്യം അതാണ്. ഇനി ലോകത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും മഹത്തായ കാര്യം, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. എല്ലാ കല്ലറയും തുറക്കുകയില്ല. അനേകം കല്ലറകൾ അടഞ്ഞു തന്നെ കിടക്കും, അനേകം ശവക്കുഴികൾ അടഞ്ഞു തന്നെ കിടക്കും. എന്നാൽ ചില ശവക്കുഴികൾ, ചില കല്ലറകൾ തുറക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ക്ഷയമില്ലാത്തവരായി ഉയർക്കും. ക്ഷയമുള്ള ശരീരത്തോടെ മരിച്ചു, ക്ഷയമില്ലാത്ത ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മൾ ആളത്ത് മുഴുവൻ മാറും. ഈ ശരീരം, പഴയ മുഖം, പഴയ പഴയ കാലുകൾ, പഴയ കൈകൾ, പഴയ ഛായ, പക്ഷേ അത് രക്തമുള്ളതല്ല, ശരീരരക്തങ്ങളല്ല, അത് ആത്മശരീരമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. കർത്താവ് കരം ഉയർത്തി, അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ മിശിഹ ആത്മാവാണ്. ആത്മാവ്, കർത്താവ് ശരീരത്തോടെ വരുന്നത് പോലെ അവർക്ക് തോന്നി, ശരീരമായി വന്നതുപോലെ അവർക്ക് തോന്നി. ആത്മാവാണ്. കർത്താവ് അവരുടെ നേരെ തന്നെ കൈ കാണിച്ചു, വിലാപുറവും കാണിച്ചു, രക്തം തുളിച്ചു വരുന്നു, മുറിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. എമ്മൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് കൂടെ നടന്നു, ഒരു മനുഷ്യനെപ്പോൾ നടന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവ് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കാം, അല്ല ഈ ആത്മശരീരത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. കർത്താവിന് സ്തോത്രം. ആത്മശരീരം ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം, വേണ്ട ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ആത്മശരീരം ഇവിടെ ഇന്ന് നാം ഇവിടെ ഇരിക്കുന്നു, എന്നാൽ ആത്മശരീരം പ്രാപിച്ചാൽ നമുക്ക് സെക്കൻഡ് വേണ്ട അമേരിക്കയിലെത്താൻ. കാരണം ഇത് എത്രയോ മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട അമേരിക്കയിലേക്ക് നമുക്ക് സെക്കൻഡുകൾക്കകം എത്താൻ പറ്റും. എങ്ങനെ? ആത്മശരീരമായാൽ. വാതിൽ ജനൽ അടച്ചിരുന്നാലും ആ മുറിക്കകത്ത് കടന്നില്ല, ആത്മശരീരമായാൽ.
ദൈവത്തിന് സ്തോത്രം. ആത്മശരീരം പ്രാപിക്കും, പുനരുദ്ധാന ശരീരം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നഷ്ടമല്ലേ? എന്തെല്ലാം നേടി, ശരി, പലതും നേടി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തവരാണ് പലരും. കഠിനമായി അധ്വാനിച്ചു, രാവും പകലും അധ്വാനിച്ചവരുണ്ട്. ജീവിതമാർഗം തേടാനായിട്ട്, മക്കൾ വളർത്താനായിട്ട്, മക്കളുടെ പഠിത്തം ശരിയാക്കാനായിട്ട്, മക്കളുടെ ആഹാരം കൊടുക്കാനായിട്ട്, മക്കൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കാനായിട്ട് എല്ലാം നിങ്ങൾ കഷ്ടപ്പെട്ടു. നല്ലപോലെ അധ്വാനിച്ചവരാണ് നിങ്ങൾ പലരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അധ്വാനമില്ലാത്ത, യാതനയില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത നിത്യശോഭന തീരത്തേക്ക് നിങ്ങൾ പറന്നു വീരാൻ പോവുകയാണ്. ആത്മശരീരം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഉല്ലസിച്ചാനന്ദിപ്പരുടെ വരും. ഉല്ലസിച്ചാനന്ദിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ആ മഹാസംഭവത്തിൽ കർത്താവേ ഞാനും ഉയർത്തെഴുന്നേറ്റ് അവിടെ പറഞ്ഞു ചെല്ലുവാൻ, അല്ല ഞാൻ ജീവനോടിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെട്ട് അവിടെ പറഞ്ഞു ചെല്ലുവാൻ, മധ്യാകാശത്തിലെ ആ സമ്മേളനത്തിൽ ജ്ഞാനം കൂടുവാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിന് സ്തോത്രം. മധ്യാകാശത്തിലെ ആ മഹൽ സമ്മേളനം, കർത്താവിന് സ്തോത്രം. വിശുദ്ധന്മാരെല്ലാവരും കൂടി നിൽക്കുന്ന ആ സദസ്സ്. സുന്ദർസിംഗ് ഒരു ദർശനം കണ്ടു. സുന്ദർസിംഗ് കണ്ട ദർശനം ഇതാണ്. അദ്ദേഹം കണ്ടത്, ഈ ഭൂമിയിലുള്ള മനുഷ്യർ, മരിച്ച് കടന്നു ചെല്ലുന്ന മനുഷ്യർ, അവർ ആത്മലോകത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, അവർക്ക് ഒരു വിവരവുമില്ല. കാരണം ആത്മലോകത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് അസഹ്യതയാണ്. അവർ കാണുന്നു വലിയ വെളിച്ചം, തീക്ഷ്ണമായ ജ്വാലയുള്ള വെളിച്ചം കാണുന്നു. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക്. കാരണം അവർ ഇരുട്ടാണ്. ഈ ഭൂമിയിൽ കടന്നു ചെല്ലുന്ന മനുഷ്യൻ, അവൻ പാവത്തിൽ നിന്ന് മോചനം കിട്ടിയവനല്ല. മോചനം കിട്ടാത്ത മനുഷ്യൻ, അവൻ ഇരുട്ടാണ്, മുഴുവൻ കൂരിരുട്ടാണ്. അവന് വേഗം എവിടെയെങ്കിലും ഒളിക്കാനാണ് താല്പര്യം. ഈ പ്രകാശം നിൽക്കാൻ പറ്റുന്നില്ല. പ്രകാശം നിൽക്കുമ്പോൾ അവന് വല്ലാത്ത ലജ്ജ തോന്നുന്നു. അവൻ ആസകലം പുകയുന്നു, അവൻ വിഷമിക്കുന്നു, അവൻ വേഗം ഓടി വിളിക്കാൻ നോക്കുന്നു. നിങ്ങളുടെ പറമ്പിൽ ഏതെങ്കിലും ഒരു കല്ല് കിടക്കുന്ന കല്ലൊന്നും എടുത്ത് മാറ്റിയാൽ അതിൻ്റെ അടിയിൽ നിന്ന് ചീവീടുകൾ പോലുള്ള ചില ജീവികൾ പെട്ടെന്ന് പുറത്തു വരും. എന്നാൽ അത് എത്രയും വേഗം ഒളിക്കാൻ പോകുന്നത് നിങ്ങൾ കാണാം. ഒളിക്കാൻ എവിടെയാണ് ഒളിവിടം തേടി പോകുന്നു. ഇരുട്ടുള്ളിടത്തേക്ക്, മറിഞ്ഞിരിക്കുന്നിടത്തേക്ക് പോകുന്നു. എന്നതുപോലെ ദൈവത്തിന് സ്തോത്രം, ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന മനുഷ്യൻ ദൈവരാജ്യത്തിൽ എത്തിയാലും ദൈവമാരെയും തള്ളിക്കളയുന്നില്ല. നീ ഇങ്ങോട്ട് വരണ്ട എന്ന് കർത്താവ് പറയുന്നില്ല. സുന്ദർസിംഗ് പറഞ്ഞതാണ്. അവിടെ എന്താണ് നടക്കുന്നത്? ഈ വെളിച്ചത്തിൽ നിൽക്കാൻ കഴിവില്ല, ഇരുട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. സുന്ദർസിംഗ് ദർശനത്തിൽ കണ്ടു, ഒരാൾ അവിടെ മരിച്ച് കടന്നു ചെന്ന ഒരു മനുഷ്യൻ, അവന് ദൈവം കൃപയാൽ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി. അവനോട് ഇരിക്കാൻ പറ്റുന്നില്ല. അവൻ ഓടി നടക്കുകയാണ്. എവിടെയെങ്കിലും പോയി ഒളിക്കാൻ ഓടി നടക്കുകയാണ്. ആ തീയിൽ, ആ ചൂടിൽ അവന് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവനങ്ങ് തന്നെത്താൻ ഒരു കല്ലെടുത്തെറിയുന്നത് പോലത്തെ വേഗത്തിൽ അവൻ പാതാളത്തിലേക്ക്, യാതനാസ്ഥലത്തേക്ക് പോകുന്നു, ഇരുട്ടിലേക്ക് പോകുന്നു. അവന് വെളിച്ചത്തിലിരിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലായോ? കർത്താവ് ആരെയും തള്ളിക്കളയുന്നില്ല, ആരെയും ഉപേക്ഷിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും വെളിച്ചമായില്ലെങ്കിൽ വെളിച്ചത്തിൽ നിൽക്കാൻ സാധിക്കാതെ നിങ്ങൾ പുറത്തു പോകേണ്ടി വരും. അത് കർത്താവ് തള്ളിക്കളയുന്നതല്ല. വെളിച്ചമായില്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകേണ്ടി വരും. വെളിച്ചമായാലോ അവിടെ നിൽക്കാം. നിങ്ങൾ തീ ആയാൽ ആ സ്വർഗീയ അഗ്നിയിൽ നിങ്ങൾക്ക് നിൽക്കാം. തീ അല്ലെങ്കിലോ നിങ്ങൾ എരിഞ്ഞു പോകും. നിങ്ങൾക്കിവിടെ നിൽക്കാൻ സാധ്യമല്ല. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തീയായി തീരണം. കർത്താവിന് സ്തോത്രം. ആശിക്കുകയാണ് സഹോദരങ്ങളെ, ഞാൻ ആശിക്കുകയാണ് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും തീയായി മാറണമേ എന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ അഭിഷേകം പ്രാപിക്കണമേ എന്ന്, പരിശുദ്ധാത്മാവിൻ തീയാൽ നിങ്ങളെല്ലാവരുടെയും നിങ്ങളുടെ പാവജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറണമെന്ന്, പാവമെല്ലാം കത്തിപ്പോകണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ലോകസ്നേഹം കത്തിപ്പോകണമെന്ന്, ജഡ ഇമ്പങ്ങൾ കത്തിപ്പോകണമെന്ന്, ദുശ്ശീലങ്ങൾ കത്തിപ്പോകണമെന്ന്, ഹല്ലേലൂയ, വഴക്കുകളും പിണക്കങ്ങളും കത്തിപ്പോകണമെന്ന്, ഇഷ്ടക്കേടുകളും മുഷ്ടിലും കത്തിപ്പോകണമെന്ന്. ദൈവത്തിന് സ്തോത്രം. കുടുംബം സ്വർഗമായി തീരണമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയട്ടെ, ഈ ഹൃദയം ഒരു സ്വർഗമായി മാറണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ. എവിടെയാണ് വരേണ്ടത്? രാജ്യം വരേണ്ടത് എവിടെയാണ്? എൻ്റെ ഈ ഹൃദയത്തിൽ. യേശുവേ, നിൻ്റെ സ്വർഗ്ഗം ഈ ഭൂമി എൻ്റെ ഹൃദയത്തിൽ തുടങ്ങണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, നിൻ്റെ രാജ്യം വരണമേ, എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ രാജ്യം വരണമേ, സ്വർഗ്ഗരാജ്യൻ്റെ ഹൃദയത്തിൽ വരണമേ. ദൈവത്തിൻ്റെ രാജ്യമോ അത് ഭക്ഷണമല്ല, പാനീയമല്ല, ദൈവാത്മാവിൻ്റെ സുഖമാണ്, സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ രാജ്യം, കർത്താവിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ രാജ്യം അത് എൻ്റെ ഹൃദയത്തിൽ വരണം. അവിടെ സ്നേഹമാണ്,
അവിടെ സന്തോഷമാണ്, അവിടെ സമൃദ്ധിയാണ്, അവിടെ ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ എല്ലാം സമൃദ്ധിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മഹാഭാഗ്യം നിങ്ങൾ ഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ നിറയട്ടെ. ആത്മാവിന് സൗഭാഗ്യം അനുഭവിക്കട്ടെ. ദൈവകൃപയിൽ നിങ്ങൾ ഓരോരുത്തരും വളരട്ടെ. ആത്മീയമായി സൗഭാഗ്യം നിങ്ങൾ ലഭിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പേടെ വരും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉല്ലസിച്ചാനന്ദിപ്പേടെ വരും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. മറക്കരുത്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്, ആരെല്ലാം ദൈവത്തോട് വാക്ക് പറയുന്നുണ്ട്, കർത്താവേ ഞാനിതാ വരുന്നു, എൻ്റെ ഉള്ളത്തിലേക്ക് യേശുവേ എഴുന്നള്ളി വരുവാൻ ഞാനിതാ വാതിൽ തുറക്കുന്നു. കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരുവാൻ ഞാനിതാ പാത നിരപ്പാക്കുന്നു. കർത്താവേ ഞാനിതാ വഴി നിരപ്പാക്കുന്നു. കർത്താവേ വഴി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നു. കർത്താവേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും തീരുമാനമെടുക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരുടെ മേലും തിരുവചനം പൊഴിഞ്ഞതിനായി സ്തോത്രം. സ്വർഗീയമാരി എല്ലാവരുടെ മേൽ പെയ്തതിനായി സ്തോത്രം. അപ്പോൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.